അപ്പൊ നമുക്ക് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഇവരിൽ നിന്ന് തന്നെ അവർക്ക് എന്താണ് ക്രാഷിന് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. ക്രാഷ് ചെയ്താൽ നമുക്ക് ഒരു സബ്ജക്റ്റിനെ എങ്ങനെ കാണണം, എങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ അവിടെ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴയാണ്. ക്യുമുലേറ്റീവ് എഫക്റ്റ് ആയിട്ട് പോകും. പിന്നെ ഡെയിലി എക്സാംസ് ഉണ്ടാവും. 30-35 ദിവസം ക്രാഷ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും രാവിലെ എക്സാം ക്യുമുലേറ്റീവ്. അപ്പൊ ആ ഒരു നോമ്പിന് എനിക്ക് തോന്നുന്നു അന്ന് ഏതൊരു പയ്യൻ വീഡിയോയിൽ പറയുന്നുണ്ട് വീട്ടിലേക്കാളും നല്ലത് ഇവിടെ നിൽക്കുന്നതാണ് നോമ്പിന്. എല്ലാ ദിവസവും ഫുള്ള് ഹെവി ഫുഡല്ലേ. ഹായ് ഗൈസ്, +2 ശേഷം എൻട്രൻസ് എഴുതി ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? പക്ഷെ നിങ്ങൾ പലർക്കും സംശയം ഉണ്ടാവും, നമ്മൾ ഈ ക്രാഷ് കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ജസ്റ്റ് ഒരു മാസമൊക്കെ കഴിഞ്ഞ് റിപ്പീറ്റിന് ജോയിൻ ചെയ്തിട്ട് അവിടെ കട്ടക്ക് പഠിച്ചാൽ പോരെയെന്ന്. പക്ഷെ നിങ്ങൾ MBBS സ്വപ്നം കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, മറ്റുള്ളവരെക്കാൾ മുന്നിലേക്ക് എങ്ങനെയെങ്കിലും എത്തുക. അത് ഏതൊക്കെ രീതിയിൽ എത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ എത്തുക എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ ഒരു ക്രാഷ് കോഴ്സിനെ മാക്സിമം നന്നായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്ത് അതിലൂടെ മികച്ച സ്കോറിലേക്ക്, കഴിഞ്ഞ നീറ്റിൽ മികച്ച സ്കോറിലേക്ക് എത്തിയ നമ്മുടെ കുട്ടികളാണ് ഇവര്. അജ്മൽ, നജ്മൽ, ഹസീബ. അജ്മലിന്റെ മാർക്ക്, അജ്മൽ നമ്മുടെ ഓൺലൈൻ ക്രാഷ് സ്റ്റുഡന്റ് ആയിരുന്നു. അജ്മലിന്റെ മാർക്ക് 586 ആണ്, നജ്മൽ 625 ആൻഡ് ഹസീബ 576. ഓക്കെ, നജ്മൽ നമ്മുടെ ഓഫ്ലൈൻ ക്രാഷിലെ കുട്ടിയായിരുന്നു. അപ്പൊ ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് ഇവര് നിങ്ങളെ പോലെ സാധാരണ ഇവർ ഏതെങ്കിലും ഒരു വലിയ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ +2 പഠിച്ച കുട്ടികളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, നിങ്ങളെ പോലെ സാധാരണ സ്കൂളിൽ പോയി പഠിക്കുന്നതിനോട് കൂടെ എജുപോർട്ടിന്റെ നീറ്റ് ബാച്ചിൽ ഇവർ ഓൺലൈൻ ആയിട്ട് ട്യൂഷൻ പഠിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജസ്റ്റ് നമ്മുടെ ക്രാഷ് മാത്രം ഉപയോഗിച്ചിട്ട് ഇവർ അത്രയും ഒരു ഹൈ സ്കോറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഹൈ സ്കോർ വാങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ ഗുണം എന്താ? നിങ്ങൾ 3 പേർക്ക് റിപ്പീറ്റ് ചെയ്യാൻ വല്ല പൈസ ചെലവുണ്ടോ? ഇല്ല. കംപ്ലീറ്റ് ഒന്നാമത് ഏറ്റവും വലിയൊരു ഗുണം അതാണ് അല്ലെ. അതായത് ആ ഒരു സമയത്ത് നിങ്ങൾ പഠിച്ച അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ റിപ്പീറ്റിന് ബാക്കി കുട്ടികൾ 2 ലക്ഷത്തോളം രൂപ, കേരളത്തിൽ എവിടെ പഠിക്കണമെങ്കിലും ആവറേജ് 2 ലക്ഷത്തോളം രൂപ വേണം നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പഠിക്കണമെങ്കിൽ. ആ ഒരു പൈസ 1 രൂപ പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നുണ്ട് ഒന്നാമത്തെ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ടെൻഷൻ ഇല്ലാന്ന് ഞാൻ പറയില്ല. നിങ്ങളിപ്പോ ഇവരെല്ലാവരും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ടെൻഷൻ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ടെൻഷനിൽ എന്തുണ്ട്? കുറവുണ്ട്. ശരിയല്ലേ? ഇവരെന്നെ ഞാനിവരുമായിട്ട് സ്ഥിരം ഇന്ററാക്ട് ചെയ്യുന്നതാണ്, അപ്പൊ എനിക്ക് അറിയാം. കാരണം ബാക്കി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പലപ്പോഴും ഞാൻ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ എന്താ പറയാ, ഉമ്മയും ഉപ്പയൊക്കെ കുറെ പൈസ ചെലവാക്കുന്നുണ്ട്, എന്നിട്ട് നമുക്ക് മാർക്ക് അങ്ങനെ ഭയങ്കര ടെൻഷനാണ്, കുറച്ച് എക്സ്ട്രാ ടെൻഷനാണ്. ആ ഒരു ബേർഡൻ നിങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ക്രാഷിന്റെ ഒരു ഒന്നാമത്തെ ക്രാഷിന് വന്നുള്ള ഗുണമായിട്ട് അതന്നെ പറയാം. അതിനപ്പുറത്ത് നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ കോൺസെപ്റ്റ് ഇവരൊക്കെ കൂട്ടാൻ പല രീതിയിൽ നിങ്ങളെ ക്രാഷ് സഹായിക്കും. അപ്പൊ നമുക്ക് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഇവരിൽ നിന്ന് തന്നെ അവർക്ക് എന്താണ് ക്രാഷിന് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. അത് നിങ്ങൾക്കും ഒരുപക്ഷെ എന്താവും, ഉപകാരപ്പെടും അല്ലെ. അജാസ്ക പൊക്കി പറഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് വാങ്ങി തരാന്ന് പറഞ്ഞിട്ടോ നിങ്ങളോട്? ഇല്ല. ഉറപ്പല്ലേ? ജെന്യൂൻ ഒപ്പീനിയൻ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, സെറ്റ്. അജ്മൽ ഓൺലൈൻ ക്രാഷ് ചെയ്യുന്നു. ഈ ഒരു ഓൺലൈൻ ക്രാഷിന് ജോയിൻ ചെയ്യാതെ അന്ന് +2 ഇവിടെ +2 കഴിഞ്ഞ് ഒരു മാസം ചെയ്യിൽ അല്ലെ, അങ്ങനെ നടക്കുകയായിരുന്നെങ്കിൽ ഇപ്പൊ അജ്മലിന് ഇന്ന് ഈ ഒരു മാർക്കും ഇന്നിരിക്കുന്ന ഈ ഒരു ലെവലിൽ ഇരിക്കാൻ പറ്റുമായിരുന്നോ? തീർച്ചയായും പറ്റില്ല. ഇന്ത്യയിൽ ചോദിച്ചാൽ ഞാൻ എന്തായാലും എല്ലാവരോടും ക്രാഷ് ഒരിക്കലും ചെയ്യാൻ പറയും. ക്രാഷ് ചെയ്താൽ നമുക്ക് ഒരു സബ്ജക്റ്റിനെ എങ്ങനെ കാണണം, എങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഡയറക്റ്റ് നമ്മൾ റിപ്പീറ്റിന് വരികയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ആ ട്രബിൾ ഉണ്ടാവും, എങ്ങനെ അപ്രോച്ച് ചെയ്യാനെന്ന് അറിയില്ല. പിന്നെ അത് അപ്രോച്ച് ചെയ്യാൻ പഠിക്കാൻ 1-2 മാസം എടുക്കും. ഇപ്പൊ ക്രാഷ് ആണെങ്കിൽ അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാം അറിയാമായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ഓവർവ്യൂ ഭയങ്കര കാര്യം. കാരണം നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവില്ലേ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറെ കുട്ടികള് ആദ്യത്തെ ആ ഒരു 2 മാസം ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡ് ആവും. ഒരു വലിയ ധാരണകളൊന്നും ഇല്ലാതെ സബ്ജക്റ്റിലേക്ക് ആ ഒരു വലിയ കാര്യമാണ്. അതിനപ്പുറത്ത് നജ്മൽ എനിക്ക് തോന്നുന്നു ഓഫ്ലൈൻ ക്രാഷ് ആണത്. ഈ ഒരു ഇപ്പൊ അജ്മൽ പറഞ്ഞ ഓഫ്ലൈനിലേക്ക് വന്നപ്പോ നജ്മലിന് എന്താണ് ഒരു ഫീലിംഗ്? ഓഫ്ലൈനിൽ വന്നപ്പോ ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് പഠിക്കാൻ പറ്റി. അതന്നെ ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജാ. പിന്നെ ഡെയിലി എക്സാംസ് ഉണ്ടാവും. 30-35 ദിവസം ക്രാഷ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും രാവിലെ എക്സാം ക്യുമുലേറ്റീവ്. അപ്പൊ ആ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ആയി അല്ലെ. നമ്മള് എപ്പോ ഞാൻ എല്ലാ ദിവസവും പറഞ്ഞ കാര്യമാണ്, എന്താ പറയാ, മോട്ടിവേഷൻ ഈസ് ഓവർ റേറ്റഡ്, എൻവയോൺമെന്റ് മാറ്റേഴ്സ് മോർ. ആ ഒരു എൻവയോൺമെന്റ് ശരിക്കും ഓഫ്ലൈൻ ക്രാഷിന്റെ ഒരു ഇമ്പോർട്ടൻസ്, ഇപ്പൊ റിപ്പീറ്റ് ഓഫ്ലൈനിൽ ചെയ്യുകയാണെങ്കിലും അതല്ല ക്രാഷ് ഓഫ്ലൈനിൽ ചെയ്യുകയാണെങ്കിലും ഒക്കെ ആ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ അല്ലെ അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങുന്നുള്ളതാണ്. പിന്നെ വേറെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു +2 വേണ്ടി പഠിച്ച അതേ സ്റ്റൈലിലായിരുന്നു ഒരു ക്രാഷ് ടൈമിലെ പഠിപ്പ്? അജ്മലിന്റെ കേസിലാണെങ്കിൽ ക്രാഷിന് പഠിക്കുമ്പോൾ നമ്മ നീറ്റിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുവോ അതേ ടൈപ്പിലായി. അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് ഒരു ട്രാൻസിഷൻ ഉണ്ട് അല്ലെ. ഇപ്പൊ അസീബനോട് ചോദിക്കുക, അസീബ നമ്മളെ സ്ഥിരം പുള്ളിയാണ്. അപ്പൊ ശരിക്കും നീറ്റിന്റെ പ്രിപ്പറേഷനും +2 പ്രിപ്പറേഷനും ഒരുപോലെയാണോ അസീബ? അല്ല, ഞാൻ ഓൺലൈൻ ആയിട്ട് ആദ്യം പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അത്ര വലിയ ധാരണയില്ല ഇത് എങ്ങനെ ഇതാക്കണം. ഞാൻ എൻ്റെതായ രീതിയിൽ പഠിച്ചു. പക്ഷെ
പിന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോ മനസ്സിലായി ഇതെങ്ങനെ പഠിക്കണം ശരിക്കും എന്താന്നുള്ളത് ഇവിടെ മനസ്സിലായി. ആദ്യം ഞാൻ ഒറ്റയ്ക്ക് തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നം. അസീബ ശരിക്കും പറഞ്ഞാല് നമ്മളുടെ അടുത്തേക്ക് ക്രാഷിന്റെ ആ ഒരു സമയത്ത് വരുന്നത് ജെഇക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ അല്ലെ, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പ്രിപ്പയർ ചെയ്യാനാണ് വരുന്നത്. പക്ഷെ അവള് പിന്നീട് ഡിസൈഡ് ചെയ്തു വേണ്ട നീറ്റ് തന്നെ മതി. പക്ഷെ അവള് ക്രാഷിന്റെ സമയത്ത് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ഇവിടെ വന്ന് ആ ഒരു എൻവയോൺമെന്റിൽ പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു മാറ്റം നല്ല മാറ്റം ശരിക്കും ഫീൽ ചെയ്തിന്. ആദ്യം ഒറ്റയ്ക്ക് തന്നെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും, എല്ലാം ഇതാക്കും, നമുക്ക് പഠിക്കാൻ തോന്നും. ഇങ്ങനെ ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും പഠിക്കുന്ന കാണുമ്പോഴും നമുക്ക് പഠിക്കാൻ തോന്നും. പിന്നെ എന്താ വെച്ചാൽ ഡയറക്റ്റ് സാറന്മാരുടെ അടുത്ത് ചോദിക്കാൻ പറ്റും, ആ ഒരു ഇത് ഭയങ്കര. പിന്നെ ആദ്യം വന്നപ്പോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രശ്നം നല്ല ഉണ്ടായി. അപ്പൊ അത് കാണാത്ത സങ്കടമാണ്. പിന്നെ ക്രാഷിന്റെ സമയത്ത് ആദ്യം ജയിന്റെ സമയത്ത് അവിടെ ഉണ്ടാവും. പിന്നെ അതൊരു 1.5 മാസം നിന്നപ്പോ അതൊരു പ്രശ്നമല്ല. ഇപ്പൊ റിപ്പീറ്റ് ചെയ്യാൻ വന്നപ്പോഴും അതൊരു പ്രശ്നമല്ല, അത് ശീലായ പോലെ ആയി. ഇപ്പൊ വീട്ടിൽ പോകണമെന്നേ ഇല്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. അപ്പൊ നമ്മള് ശരിക്കും ഇങ്ങനെ ഈ ഒരു കഥയൊക്കെ പറയുമ്പോഴേ വീട്ടിൽ പോകാൻ തോന്നുന്ന കാര്യമൊക്കെ പറയുമ്പോൾ കുട്ടികൾ പറയും അതൊക്കെ അങ്ങോട്ട് റെഡി ആവും തോന്നും വിചാരിക്കും. പക്ഷെ ശരിക്കും നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവും. ഇപ്പോ ഗേൾസിലാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. നല്ല പഠിക്കുന്ന കുട്ടികള് നമ്മുടെ റിപ്പീറ്റിന് ആദ്യമായിട്ട് വന്ന്, അതായത് ഞാൻ ഒരു ഓഫ്ലൈൻ ക്രാഷിന്റെ ഒരു സിഗ്നിഫിക്കൻസ് പറഞ്ഞതാണ്. അപ്പൊ നിന്റെയൊക്കെ ഫ്രണ്ട്സ് ആദ്യമായിട്ട് റിപ്പീറ്റിന് വേണ്ടി മാത്രം ആണ് ജീവിതത്തിൽ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും കാണുന്നത് ഈ ആദ്യത്തെ 1-2 മാസം ഭയങ്കര, ഒരു മാസമെങ്കിലും ഭയങ്കര സങ്കടവും ഉമ്മാനെ കാണാൻ തോന്നലും, വീട്ടില് നമ്മുടെ റൂം, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മിസ് ചെയ്തിട്ട് നല്ല പഠിക്കുന്ന ഭയങ്കര നല്ല കുട്ടികളായിരിക്കും. പക്ഷെ അവർ ഈ സങ്കടം കാരണം അവർക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ശ്രദ്ധിക്കാൻ വയ്യ, ആകെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകും. ആദ്യം ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. എനിക്ക് അവിടെ പോയപ്പോ 1.5 മാസം വീട്ടിൽ നിന്ന് ഇങ്ങനെ ആദ്യമായിട്ട് കുറെ ദൂരമാണ് അതിന്റെ പ്രശ്നം. അല്ല, നിനക്ക് ആ ഒരു പ്രശ്നം ക്രാഷിൽ തീർന്നു. പക്ഷെ പല കുട്ടികൾക്ക് ഈ പ്രശ്നം എവിടെ തീരല്, റിപ്പീറ്റിലാ തീരാ. ഈ റിപ്പീറ്റിൽ ഈ പ്രശ്നം നിങ്ങൾക്ക് വരുമ്പോ ഉണ്ടാവുന്ന ആദ്യത്തെ ഒരു മാസത്തെ പഠിപ്പ് മൊത്തം ആദ്യമാണല്ലോ നമുക്ക് മനസ്സിലാവും എങ്ങനെ പഠിക്കണം ഇതാക്കണം. അപ്പൊ ആ ഒരു സമയത്ത് ടെൻഷനും കാര്യങ്ങളും എല്ലാം കൊണ്ട് എല്ലാം കൊള്ളാവും. ആദ്യത്തെ ഒരു മാസം ഫുൾ ടെൻഷൻ, അതിന്റെ പേരിൽ പഠിപ്പാകെ ആദ്യമാണല്ലോ നമുക്ക് ഇങ്ങനെ പഠിക്കണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം അതെല്ലാം മനസ്സിലാവാം. ആ ടൈമില് ടെൻഷൻ എടുത്താൽ എല്ലാം പോവും. പിന്നെ അതിന്റെ സങ്കടമാണ് എന്ത്, ആദ്യമേ കൊളായി, ആദ്യത്തെ എക്സാമുകളെല്ലാം ബാക്കാണ്, ക്ലാസ് ഭയങ്കര ബാക്കിലാണ്. പിന്നെ അതിന്റെ സങ്കടത്തിൽ രണ്ടാമത്തെ മാസം പോയി എന്നുള്ള സങ്കടത്തിൽ 3ാമത്തെ മാസം പോയി. ഇതൊരു എന്താ പറയാ, ക്യുമുലേറ്റീവ് എഫക്റ്റ് ആയിട്ട് പോകും. തമാശയല്ല, നിങ്ങളുടെ റിസൾട്ട്. കാരണം നമ്മള് റിപ്പീറ്റ് എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല അല്ലെ. നമ്മള് 2 ലക്ഷം രൂപയോളം വലിയൊരു പൈസ തന്നെയാണ് നമ്മളൊക്കെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു പൈസ കൊടുത്ത് നമ്മളൊരു പരീക്ഷ എഴുതുകയാണ്, ഒരൊറ്റ ദിവസത്തെ പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷനാണ്. ആ പരീക്ഷ കൊളായി കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടം തന്നെയാണ്. അപ്പോൾ ആ ഒരു സാധനത്തെ നിങ്ങൾക്കൊരു നല്ല ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങളൊരു ക്രാഷിന്റെ സമയത്ത് തന്നെ ഒരു ഹോസ്റ്റലിലേക്കൊക്കെ വന്ന് ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയും, ചില കുട്ടികൾക്ക് ഇപ്പോൾ നമ്മളെ ഒരു സ്റ്റുഡന്റ്, അപ്പോൾ അവളുടെ പ്രശ്നം എന്താ വെച്ചാൽ ബാക്കിയുള്ളവർ പഠിക്കണാകുമ്പോൾ അവൾക്ക് ആകെ ബേജാറാ. അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടാവും ബാക്കിയുള്ളവർ പഠിക്കുന്നത്. അതൊക്കെ തോന്നും. പിന്നെ എല്ലാരും പഠിച്ചാൽ നമ്മ ആ ഒരു ട്രാക്കിലേക്ക് വന്നോളും. അതെ. അപ്പൊ ആ ഒരു ക്രാഷിൽ തന്നെ ഈ ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് ഇതിനോട് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ എന്താവും, പിന്നെ നമുക്ക് റിപ്പീറ്റ് എന്നുള്ളത് ഭയങ്കര രസകരമായിട്ടല്ലേ പോകാൻ പറ്റും. പിന്നെ ഇപ്പൊ വേറൊരു കേസിലേക്ക് വന്നാല് നിജമലെ, നമുക്ക് ഇപ്പൊ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ബാക്കിയുള്ളവർക്ക് ഒരു എഡ്ജ് ഉണ്ടായിരുന്നില്ലേ? അങ്ങനെയല്ല, ബാക്കിയുള്ളവർക്ക് ആ ഒരു ട്രാക്ക് കയറാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ആ ഒരു കാര്യമാണ് വേറെ അല്ലെ. നിജമലെ, നീ ക്രാഷിന് പഠിക്കുമ്പോ തന്നെ ഈ ക്രാഷ് കൊണ്ട് തന്നെ ഞാൻ MBBS കയറും എന്ന് ഉറപ്പിച്ച് ആ ഒരു ലെവലിലാണോ പഠിച്ച്, അതോ ഈ ക്രാഷിൽ എനിക്ക് മാക്സിമം ഒന്ന് സെറ്റ് ആക്കി എടുക്കണം എന്നിട്ട് അടുത്ത വർഷത്തെ റിപ്പീറ്റ്, ഇതിൽ ഏതായിരുന്നു നിന്റെ ഒരു ക്രാഷ് കൊണ്ട് തന്നെ കയറണം, മാക്സിമം എഫേർട്ട് ഇടാം, ആ ഒരു ദിവസം ഫുള്ള് റിഗ്രറ്റ് ഇല്ലാണ്ട് പഠിച്ച് കയറണം എന്നായിരുന്നു ആഗ്രഹം. അപ്പൊ ആ ഒരു ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്തു. ഓക്കെ, അജ്മലിന്റെ കേസിലാണെങ്കിലോ ഓരോരുത്തർക്കും ഓരോ പ്ലാൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പൊ നജ്മൽ എനിക്ക് തോന്നുന്നു +2ന്റെ കൂടെ തന്നെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ +2ന്റെ കൂടെ നിങ്ങൾ അത്യാവശ്യം പഠിച്ചൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു 625 എന്ന് പറഞ്ഞാൽ ചെറിയ മാർക്ക് അല്ല, അത് മനസ്സിലാക്കണം. സാധാരണ സ്കൂളിലല്ലേ, ഗവൺമെന്റ് സ്കൂളിലാണ് അങ്ങനെയൊക്കെ പഠിച്ചത്. അപ്പോൾ +2ന്റെ കൂടെ അത്യാവശ്യം നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്രാഷിൽ ഒന്ന് പുഷ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ അങ്ങ് അടിച്ച് കയറി പോകും. അപ്പൊ നജ്മൽ MBBS കിട്ടൂലായിരുന്നുള്ളൂ, വേറെ ഒരുപാട് കോഴ്സസ് നജ്മലിൽ കിട്ടുമായിരുന്നു അതിന്റെ +2ന്റെ കൂടെ തന്നെ. ഓക്കെ, പക്ഷെ എല്ലാവർക്കും അതേ സ്ട്രാറ്റജി വേണമെന്നില്ല അല്ലെ. ഇപ്പൊ +2ന്റെ കൂടെ ഇപ്പൊ മാർക്ക്, നിങ്ങളൊരു ഒപ്പീനിയൻ ഞാൻ ചോദിക്കാം,
+2 കൂടെ മാർക്ക് കുറഞ്ഞ ഒരു കുട്ടി, മാർക്കൊന്നുമില്ല, പക്ഷെ അവന് എന്ത് ചെയ്യണം, നീറ്റിൽ നല്ല സ്കോർ ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവൻ ക്രാഷിന് പോയാൽ അവൻ എന്തേക്കും ഗുണം? അസീബാന്റെ ഒരു ഒപ്പീനിയനിൽ ക്രാഷിന് പോയാല് കുറച്ചെന്തായാലും ഒരു ചെറിയ ബേസ് ലെവൽ ഉണ്ടാവുമല്ലോ, അത് കുറച്ച് കിട്ടുമല്ലോ. പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിലുമ്മേലെ കുറച്ച് ബിൽഡപ്പ് ചെയ്താൽ മതി. കാരണം നിങ്ങൾക്ക് അല്ലേ, ഞാൻ എസ്പെഷ്യലി പറയാതാ, ഇപ്പൊ കുറെ കുട്ടികളുണ്ടാവും, ഇപ്പൊ +1 +2 സമയത്ത് കളിച്ച് നടന്നൊക്കെ കുട്ടികളുണ്ടാവും, എന്തെങ്കിലും കാരണം കൊണ്ട് പഠിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ മാർക്ക് കുറഞ്ഞ എല്ലാ കുട്ടികളെയും നമുക്ക് എന്താ പറയാ, നിങ്ങൾ മോശം ആൾക്കാരെന്ന് പറയില്ല. ഇപ്പൊ എനിക്ക് +1 75% ഉള്ളൂ, 76%. എനിക്ക് എന്റേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു +1 മാർക്ക് കുറയാൻ. +2 ആണെന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂളിലും പോയിട്ടില്ല, പ്രോപ്പർ സ്കൂളിംഗ് ഒന്നും ഇല്ല. അപ്പോ ഒന്നും അറിയില്ല. ഞാൻ എപ്പം പറയല്ലേ, കാർബോക്കേറ്റയോണിനെ കാർബോക്കേഷൻ എന്നായിരുന്നു ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വായിച്ച് പഠിച്ചതാ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു കുട്ടിയാണ്. അവന് MBBS സ്വപ്നം കണ്ടൂടെ? ഞാൻ സ്വപ്നം കണ്ടില്ലേ, എന്നിട്ട് എനിക്ക് കിട്ടിയില്ലേ? എത്ര ആൾക്കാർ എനിക്കറിയാം അങ്ങനെ വന്നേ. ദെൻ നിന്റെ ഒരു ക്രാഷിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു പഠിപ്പ്? ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു? ഒരു ദിവസം ഒരു 10-12 മണിക്കൂർ പഠിക്കുമായിരുന്നു. 12 മണിക്കൂർ പഠിക്കാൻ കേട്ടോ. ക്രാഷിന് ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലേ? ചില കുട്ടികളുണ്ട് ജോയിൻ ചെയ്യും എല്ലാത്തിനും. പിന്നെ ഇതേമാതിരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, സ്റ്റഡി ഏരിയ ഒക്കെ ഭയങ്കര സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റഡി ഏരിയ പക്ക അയക്കും അല്ലെ. ഇനി അവരുടെ അടുത്ത് ഇല്ലാത്ത പുസ്തകങ്ങൾ ഉണ്ടാവില്ല, 10 കളർ പേന ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ എന്ത് മാത്രം നടക്കുന്നുണ്ടാവില്ല, പഠിക്കൂല. നോട്ട് ഉണ്ടാവും, കളർഫുൾ നോട്ട് ഉണ്ടാവും, പക്ഷെ പഠിപ്പ് മാത്രം നടക്കില്ല. അതുകൊണ്ട് ഒരു കാര്യമില്ല അല്ലെ. അപ്പൊ കുട്ടികളെ, നമ്മൾ പറഞ്ഞു വന്നതിന്റെ ആദ്യത്തെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ MBBS സ്വപ്നം കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും +2 എക്സാം കഴിഞ്ഞ് വെറുതെ ഇരിക്കരുത്. നിങ്ങൾ ക്രാഷിന് ജോയിൻ ചെയ്തിരിക്കണം. നിങ്ങൾ എജുകൂട്ടിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, എവിടെയെങ്കിലും നിങ്ങൾ ക്രാഷിന് ജോയിൻ ചെയ്തിരിക്കണം. എന്നാൽ തന്നെ എൻ്റെ കുട്ടിക്ക് നിങ്ങളുടെ ആ സ്വപ്നത്തിലേക്ക് ബാക്കിയുള്ളവരെക്കാൾ മുന്നേ സഞ്ചരിച്ച് എത്താൻ പറ്റുകയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ എജുപോർട്ടിൽ ക്രാഷിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മുടെ ക്രാഷ് ഉണ്ട്. നമ്മൾ ഏറ്റവും ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ തരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫാക്കൽറ്റീസിനെ തന്നെ വെച്ച്, ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച്, ഏറ്റവും നല്ല സ്റ്റഡി എൻവയോൺമെന്റും നമ്മുടെ അഡാപ്റ്റീവ് ലേണിംഗ് ടെക്നോളജിയും ഒക്കെ, അഡാപ്റ്റീവ് ലേണിംഗിൽ നമ്മൾ അതിനെ വീണ്ടും ഇംപ്രൂവൈസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എജുപോർട്ടിൽ ക്രാഷിന് ജോയിൻ ചെയ്തതുകൊണ്ട് നിനക്ക് എജുപോർട്ടിൽ നിന്ന് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അനുഭവം എന്താ? അജ്മൽ എനിക്ക് തോന്നുന്നു ഓഫ്ലൈനിൽ ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് കുറച്ചുകൂടെ ഫാക്കൽറ്റീസിനോട് ഡയറക്റ്റ്, അജ്മൽ എന്നോടൊക്കെ ആയിരുന്നു കമ്പനി. ഞാൻ ഓൺലൈനിലും ഓഫ്ലൈനിലും ഉള്ളതുകൊണ്ട് അജ്മൽ എപ്പോഴും എന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഓഫ്ലൈനിലെ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഫാക്കൽറ്റീസ് തന്നെയായിരുന്നു. പിന്നെ ദിവസവും എക്സാംസ് ആകുമ്പോൾ നമുക്ക് ആ ഒരു എൻവയോൺമെന്റ് നീറ്റ് എഴുതുമ്പോഴും ആ എക്സാം എഴുതിയ എക്സ്പീരിയൻസിൽ തന്നെ പോയി എഴുതാൻ പറ്റി. പിന്നെ അന്ന് ഇപ്പോൾ എടുക്കുന്ന സാറുമാരനെ നമുക്ക് അപ്പോഴും ക്രാഷിന് കൊടുത്തിരുന്നത്. അപ്പോൾ പ്രീമിയം ഫാക്കൽറ്റീസ് വെച്ച് തന്നെ ആ ക്രാഷും കിട്ടി. അതിനപ്പുറത്ത് സാറുമാര് ഡൗട്ട് ക്ലിയറൻസിലും അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള ഒരു ഗൈഡൻസ് സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു സാർ. എന്നുവെച്ചാല് ഞാൻ ഒന്നാമത് ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ്. ഇപ്പൊ ടെൻഷൻ കുറഞ്ഞുണ്ട്. ക്രാഷ് കൊണ്ടിട്ടായിരിക്കൂലേ? ആദ്യം ഞാന് ഭയങ്കര ഇതാണ് സാർ പറഞ്ഞ എനിക്ക് പറ്റുന്നില്ല. ജയിലിന്റെ സമയമല്ല, ഞാനാണ് നീറ്റിന്ന് ജയിലിലേക്ക് തുള്ളിയതാ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമൊക്കെ നല്ലോണം തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴയാണ്. അപ്പൊ ഞാന് റിഷാദ് സാറിനൊക്കെ പറഞ്ഞു, സാർ എന്നെ കൊണ്ട് പറ്റുന്നില്ല സാറേ, ഞാൻ ഇത് മതിയാക്കി നീറ്റിലേക്ക് തന്നെ പോവാം. അപ്പൊ സാർ നീ നീറ്റിനെ നോക്കിക്കോ, അങ്ങനെ ഒരു ഇത് എന്നെ കൊണ്ട് പറ്റുന്ന. അപ്പൊ ഞാൻ സാറുമാരുടെ അടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ഭയങ്കര അവിടെ തന്നെ പഠിച്ചതായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഞാനെല്ലാം കഴിഞ്ഞിട്ട് സാർ ഇതൊന്നും മനസ്സിലായില്ല ഇത് പറഞ്ഞു. അപ്പൊ സാർ നല്ല രീതിയിൽ പറഞ്ഞു തന്നു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഓഫ്ലൈനിലേക്ക് വരുമ്പോഴത്തേക്കുള്ള ഒരു ഗുണം അതാണ്, നിങ്ങൾക്ക് ആ ഒരു ഹോസ്റ്റൽ ലൈഫിനോട് അഡാപ്റ്റഡ് ആവും അല്ലെ. നമ്മുടെ ഹോസ്റ്റലും ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ക്രാഷ് ടൈമില്? നോമ്പിന് എനിക്ക് തോന്നുന്നു അന്ന് ഏതോ ഒരു പയ്യൻ വീഡിയോയിൽ പറയുന്നുണ്ട്, വീട്ടിലേക്കാളും നല്ലത് ഇവിടെ നിൽക്കുന്നതാണ് നോമ്പിന്. എല്ലാ ദിവസവും ഫുള്ള് ഹെവി ഫുഡല്ലേ. അപ്പൊ അത് ഇപ്പൊ ഫുഡിന്റെ കേസ് ആയാലും നിങ്ങളുടെ വാർഡന്മാരെ കുറിച്ചുള്ളൊരു എന്താ? വാർഡന്മാരല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ആ ഒരു വീട്ടിൽ നിന്ന് മാറിക്കണ ആ ഒരു ഫീൽ ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നൊരു സാറ് എന്നുള്ള രീതിയിലല്ലല്ലോ നിങ്ങളോടുള്ള അപ്രോച്ച്. ഇപ്പൊ മെന്റേഴ്സ് ആണെങ്കിലും ഒക്കെ നമ്മുടെ ഒരു കേസിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു മെന്റർ ഉണ്ടാവും. ആ ഒരു മെന്റർ നിങ്ങളുടെ ഒരു ബ്രദറിനെ പോലെ, ഒരു സിസ്റ്ററിനെ പോലെ, ഒരു ടീച്ചർ എന്നുള്ള നിലക്കാണ്, ഒരു ടീച്ചർ എന്ന നിലക്കാണെങ്കിലും ഒരു ബ്രദർ എന്നുള്ള നിലക്കാണെങ്കിൽ നിങ്ങളോട് കമ്പനി ആയിട്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ കൂടെ ഉണ്ടാവും. നമ്മുടെ ഹോസ്റ്റൽ സംവിധാനമാണെങ്കിലും ഒക്കെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും നിങ്ങൾക്ക് എജുപോർട്ടിന്റെ ഓഫ്ലൈൻ ക്യാമ്പസിൽ ഉണ്ടാവും. അതുപോലെ നമ്മൾ ആ ഒരു എക്സാം ഒക്കെ പക്ക നമ്മളിങ്ങനെ
ആ ഒരു മോഡൽ എഴുതി പഠിച്ചു വരുമ്പോൾ തന്നെയാണ് കൂടുതൽ നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റുക. ഇനിയിപ്പോൾ ഓൺലൈനിലേക്ക് വന്നാലും ഓൺലൈനിലെ കുട്ടികൾക്ക് നമ്മൾ ഓഫ്ലൈന് കൊടുക്കുന്ന സെയിം വർക്ക് ബുക്കും മെറ്റീരിയൽസും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പൂൾ ആണെങ്കിലും ഇനി എക്സാമുകളാണെങ്കിലും ഒക്കെ സെയിം എക്സാം തന്നെയാണ്. എജുപോർട്ടിന് മെറ്റീരിയലും നല്ലതായിരുന്നു, ആപ്പിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ ഓഫ്ലൈൻ എക്സാംസ് ഉള്ളതുകൊണ്ട് കറക്റ്റ് നീറ്റ് മോഡൽ അതെ 720 എക്സാംസ് ആയിരുന്നു. അപ്പൊ അത് നല്ല ഹെൽപ്ഫുൾ ആയി നീറ്റിന്. അത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ ഓൺലൈൻ ആയിട്ടാണ് ക്രാഷിന് ജോയിൻ ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് എക്സാം ഓഫ്ലൈൻ ആയിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമുണ്ട്. നമ്മൾ കേരളത്തിലെ 14 ജില്ലകളിലും പ്രത്യേകമായിട്ട് എജുപോർട്ട് സജ്ജീകരിച്ച ഓഫ്ലൈൻ എക്സാം സെന്ററുകളുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം എക്സാം എഴുതാൻ പറ്റും. അപ്പൊ പക്ക ആ ഒരു നീറ്റിന് നിങ്ങളൊരു ഹാളിൽ ഇരുന്ന് എങ്ങനെയാണോ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത് അതേ രീതിയിൽ നിങ്ങൾക്ക് എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം ശരിക്കും ഹെൽപ്ഫുൾ ആയിട്ട്. പിന്നെ നമ്മുടെ മെറ്റീരിയലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഏറ്റവും ക്രിസ്പ് ആയിട്ട്, കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസേ സമയമുള്ളൂ അല്ലെ. ഒരു മാസത്തെ സമയം കൊണ്ട് ഇത്രയും വലിയൊരു ഹ്യൂജ് കണ്ടന്റ് അത് മൊത്തം പഠിച്ചു തീർക്കലൊന്നും നടക്കൂല. അപ്പൊ അതിലെ ഏറ്റവും വെയിറ്റേജ് വരുന്ന ഏരിയകൾ, വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ കേരള ബോർഡ് എക്സാമിന്റെ മാതിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കുത്തിക്കേറ്റുന്ന പരീക്ഷ ഒന്നും അല്ല കേട്ടോ നീറ്റ് അല്ലെ. അങ്ങനെ ധാരണകളൊന്നും വേണ്ട. പക്ഷെ ചില ഏരിയാസ്, ചില പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ ഫിസിക്സിലെ ചില ചാപ്റ്റർ ആണ് ഇപ്പോ 1D 2D ഒക്കെ ആണെങ്കിൽ എന്തായാലും അവിടെ ഒരു ഇക്വേഷൻ ബേസ്ഡ്, ഐ മീൻ ഒരു ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ആക്സിലറേഷന്റെ ക്വസ്റ്റ്യൻ എന്തായാലും അങ്ങനെ ചില പാറ്റേണുകൾ ഉണ്ട്. അപ്പൊ ആ ഒരു പാറ്റേണുകളൊക്കെ മനസ്സിലാക്കി അത് ക്രിസ്പ് ആയിക്കൊണ്ട് എന്തൊക്കെയാണ് പർട്ടിക്കുലർലി ചോദിക്കുക അത് മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതാണല്ലോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ പക്കായിട്ട് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾ ക്രാഷിന് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എജുപോർട്ട് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതിൽ തന്നെ ഞാൻ പറയും, ഇഫ് നിങ്ങൾക്ക് ഫിനാൻഷ്യലി പോസിബിൾ ആണ് എങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ക്രാഷിന് തന്നെ ജോയിൻ ചെയ്യാം. അങ്ങനെ അല്ല എങ്കിൽ ഓൺലൈൻ ക്രാഷിനെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മികച്ച ഡോക്ടേഴ്സ് ആയിട്ട് മാറാൻ പറ്റട്ടെ. ആൻഡ് നമ്മുടെ ഇവര് ഇപ്പൊ ശരിക്കും എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തി വന്നതാണ്. അപ്പോൾ ഇവർക്കും നല്ല റാങ്ക് കിട്ടും. ഓൾ ദി ബെസ്റ്റ് മക്കളെ, നിങ്ങൾക്കും ഓൾ ദി ബെസ്റ്റ്. അയ്യോ പോലെ ഒരു കാര്യം പറയാനുണ്ട്. എടാ, എജുപോർട്ടിന്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന ലിങ്കിൽ ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്തോളൂ. അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും താഴെ, അതിൽ കോൺടാക്ട് ചെയ്തോളൂ. ബൈ, എന്നാ പോവാ.